CPM ഒരാളെ കൊന്നാൽ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടക്ക് ആൾ മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ, കമൻ്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ല, അവർക്ക് ആർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം, UDFൻ്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമൻ്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. ഇതായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ടും ഇത്തരം കള്ളത്തരങ്ങളെ മുഴുവനായിട്ട് അവരുടെ ലീഡർഷിപ്പ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFൻ്റെ കൺവീനർ വരെയുള്ള മുഴുവൻ ആളുകളും, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, DYFI നേതാക്കന്മാർ, അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിൻ്റെ പുറകെ ഓടുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു കമൻറ്റിൻ്റെ പുറത്ത് ഉത്തരവാദിത്തം UDFൻ്റെ ആളുകളുടെയോ സ്ഥാനാർത്ഥിയുടെയോ തലയിൽ കെട്ടിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലെയല്ല. അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി, എന്നിട്ട് അവർ തന്നെ അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുക, എന്നിട്ട് വലിയ വർഗീയ വിരുദ്ധ പ്രചാരകരായി മാറുക. എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ എൻ്റെയൊക്കെ പേര് പറഞ്ഞ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് ഇത് അവസാനിച്ചു എന്നോ അവസാനിക്കണമെന്നോ അല്ല, അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിലെ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയൻ്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലായിരുന്നു? ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു UDF അനുഭാവിക്ക് പോലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു നടപടി എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ അവരാണെന്നുള്ള കൃത്യമായ ബോധ്യം അവരുടെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിൽ ചെന്ന് അന്വേഷണം തട്ടി നിന്നു എന്ന ഒരു വാദം പറഞ്ഞിട്ട് കേസിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പുറകിലെ കാരണം കൃത്യമാണ്. കാരണം ഇത് താഴെത്തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞൊരു ബുദ്ധിയല്ല, ഇതിന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വത്തിൻ്റെയും അറിവോടെ ഈ വടകരയുടെ മണ്ണിനെ വിഷം കലക്കാൻ അവർ നടത്തിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഒരുപാട് ആക്രമിക്കപ്പെട്ടു ഈ വ്യാജ നിർമ്മിതിയുടെ പേരിൽ. അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടന്നു. ഞാൻ പറയുന്നു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ നാടിൻ്റെ ഐക്യത്തെ തകർക്കാൻ അവർ നടത്തിയ ശ്രമമായിരുന്നു. പൊളിറ്റിക്കൽ പോയ്സൺ ഉൾപ്പെടെയുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ അന്ന് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത്, ഞാൻ പറയുന്നത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPMൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TPയെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനു വേണ്ടി ഒട്ടിക്കാൻ CPMൻ്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിൻ്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിൻ്റെ ഉത്തരവാദിത്വം UDFൻ്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോൾ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയൊരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോൾ കേരളത്തിന് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച്
രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്റ്റ് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിൻ്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിൻ്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സംരക്ഷണം ഈ ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്തു വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിൻ്റെ പേരിൽ പ്രസംഗിച്ചത്, നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ജയവും പരാജയവും വരും പോവും, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിൻ്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPMൻ്റെ പ്രവർത്തകരിൽ, നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ, ആ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ്, അയാളുടെ സ്ക്രീൻഷോട്ട് കേസിൽ പുനരന്വേഷണം നടത്തി ആദ്യ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP-യുടെ പ്രതികരണം ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള വിമർശനം ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റ് പല ഉന്നതരായിട്ടുള്ള നേതാക്കളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു അറസ്റ്റിൽ മാത്രം തങ്ങൾ തൃപ്തരല്ല എന്നുള്ള കാര്യം കൂടിയാണ് ഷാഫി പറമ്പിൽ അന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഓർത്തെടുത്താണ് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. LDF നേതാക്കൾക്കെതിരെ